ഹായ്, എസ് വി അരുള്ളലാണ്. എൻ്റെ നാട്ടിൽ കണ്ടൊരു കാഴ്ചയാണ്. പല പ്രദേശങ്ങളും അത് മാതൃകയാക്കേണ്ടതുണ്ട്. കാര്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് മാലിന്യം നിറഞ്ഞിരുന്ന ഒരു തോട്. എൻ്റെ വീടിരിക്കുന്ന തെക്കേവിള വാർഡ്, അണ്ടൂർക്കോണം പഞ്ചായത്തിലെ തെക്കേവിള വാർഡ്. അവിടെ ഇന്നിപ്പോൾ വാർഡ് മെമ്പർ ഷ്യാമിൻ്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും കൂടി ചേർന്ന് കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിയ എഫേർട്ടിൽ ഈ പുഴയിലേക്ക് കക്കൂസ് മാലിന്യം, കിച്ചൺ വേസ്റ്റ്, അങ്ങനെ പല മാലിന്യങ്ങളും നിക്ഷേപിച്ചിരുന്നതിനെ വീട്ടുകാരോട് സംസാരിച്ച് അതെല്ലാം ഇനി അവിടെ ഒഴുക്കരുത്, ആ ഒഴുക്കിയിരുന്ന പൈപ്പ് ലൈനുകളെല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം, കാര്യം അറിയാലോ നമ്മുടെ നാട്ടിൽ ഈ കക്കൂസ് മാലിന്യങ്ങളൊക്കെ ചിലർ തോട്ടിലേക്ക് തുറന്നു വിട്ടപ്പോഴാണ് നമ്മുടെ നീർച്ചാലുകൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ കുളിക്കാനും നനയ്ക്കാനും അവൻ്റെ എല്ലാവിധ അന്നത്തെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ തോടുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ആ തോടുകളെല്ലാം പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വീടുകൾ വന്നപ്പോൾ മാലിന്യം പേർന്ന ഇടങ്ങളായി മാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കുറേ കാലമായിട്ട് മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന ഈ തോട്, ഇവിടെ ഈ വൃത്തിയാക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളാണല്ലോ ഇറങ്ങുന്നത്, അവരും മനുഷ്യരാണല്ലോ. അവർ ഇറങ്ങുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തെ പോലും നമ്മുടെ പല മനുഷ്യരും പരിഗണിക്കാറില്ല. കാര്യം ഈ ജോലി അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ തോടുകളും അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പല പ്രദേശങ്ങൾ തെരുവീഥികളൊക്കെ കുറേ കാട് പിടിക്കാൻ കിടക്കുന്നത്. അതിൽ ആ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു തൊഴിലുറപ്പ് ചേച്ചിയുടെ ഒരു പ്രതികരണം കേട്ടപ്പോൾ ഒന്ന് ഉള്ളിൽ തട്ടി. നിങ്ങളും ഒന്ന് കേൾക്കണം. എന്താണ് അവസ്ഥ ചേച്ചി ഈ തോട്ടിൽ വൃത്തിയാറങ്ങുമ്പോൾ? ഈ തോട്ടി ഇറങ്ങി കഴിഞ്ഞാൽ വല്ല അസുഖം പിടിച്ച് ചത്തുപോകും. അത്ര കഷ്ടപ്പെട്ട തോടാണ് ഈ തോട്. എല്ലാ വീട്ടിലെ മാലിന്യങ്ങളും ഈ തോട്ടി വാരി ഒഴിച്ച് ഇറങ്ങാൻ വയ്യാത്തൊരു കണ്ടീഷനിലാക്കിയിട്ടേക്കാണ് ഈ തോട്. എപ്പോഴും നമ്മൾ തൊഴിലുറപ്പാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് മെമ്പർ പറഞ്ഞത് തൊഴിലുറപ്പിലല്ല, അല്ലാതെ ചെയ്യണമെന്ന്. വളരെ അവസ്ഥയാണ്. അയ്യോ, അവസ്ഥ ഇതാണ്. അവസ്ഥ ഇതാണ് അവസ്ഥ. നമ്മളെ തോട്ടിലെ അവസ്ഥയാണ്. ഞങ്ങൾ കുളിച്ചോണ്ടിരുന്ന തോടാണ്, ഇപ്പൊ ഇതാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ. ഞാൻ ഈ തോട് വേണ്ടി കുളി കഴിഞ്ഞ തോടാണ്. അവസ്ഥയാണ് ഇത്. കേട്ടല്ലോ, അവർ മലിനമാക്കിയതല്ല, അതിന് സമീപത്ത് താമസിക്കുന്ന മനുഷ്യർ മലിനമാക്കിയതിന് അവരും ഒരു മനുഷ്യരാണ്. ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യാൻ വരുമ്പോൾ അവരുടെ ദേഹത്തും ഇതൊക്കെ അഴുക്ക് പറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്ത ഒരു മോശം പ്രവർത്തനത്തിൻ്റെ ഇരയാക്കപ്പെടുന്നത് അവരാണ്. അതും പോരാഞ്ഞിട്ട് ഇത്തരം തോടുകളെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ മലിനജലം കെട്ടി നിന്ന് പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആ കുളത്തെ വളരെ മനോഹരമാക്കി വൃത്തിയാക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ഞാൻ അവിടെ പോയിരുന്നു, അവരോടൊപ്പം നിന്ന് ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തു. അവർ വൃത്തിയാക്കുന്നത് കണ്ടു. ആ സ്ഥലത്ത് നിന്ന് വാർഡ് മെമ്പറുടെയും ആശാ വർക്കറുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് നിങ്ങൾ കൂടി കാണണം. നിങ്ങളുടെ നാടുകളിലും ഇത്തരം മാതൃകകൾ സൃഷ്ടിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്തായിരുന്നു ഈ തോടിന്റെ അവസ്ഥ? ഈ തോടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഈ തോടിന്റെ സൈഡിലുള്ള വീടുകളിൽ, ഏകദേശമുള്ള വീടുകളിൽ നിന്നും അടുക്കള മാലിന്യങ്ങളും കക്കൂസിലെ മാലിന്യങ്ങളും എല്ലാം ഈ തോട്ടിലോട്ടാണ് ഒഴുക്കി വിട്ടിരുന്നത് കാലാകാലങ്ങളായി. ഇപ്പോൾ പുതിയതായിട്ട് വെക്കണ വീട്ടുകാരുടെ അടുത്ത് നമ്മൾ വന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾ മുകളിലുള്ളത് അടച്ചിട്ട് വരൂ, ഞങ്ങളും അടയ്ക്കാം എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പം മെമ്പർ ഇടപെട്ട് ആരോഗ്യവകുപ്പും കൂടെ ചേർന്ന് നോട്ടീസ് കൊടുക്കുകയും 2 ദിവസമായി ഈ ഉള്ള പൈപ്പുകളെല്ലാം അടച്ച് ഇന്നിപ്പോൾ തോട് വൃത്തിയാക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തോട് അങ്ങനെ വൃത്തിയാക്കൽ കുറവായിരുന്നു അല്ലേ നേരത്തെ? ഇല്ല, വർഷം വൃത്തിയാക്കും, എങ്കിലും മാലിന്യം ഒഴുക്കി വിടുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. വൃത്തിയാക്കണത് ഇതുപോലെ വൃത്തിയാക്കും, പക്ഷേ കക്കൂസ് മാലിന്യങ്ങൾ വീണ്ടും ഒഴുകും. അടുക്കള വേസ്റ്റും ഇത് കെട്ടിക്കിടന്നിട്ട് ഇവിടെ നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വൃത്തിയാക്കിയാണ്. ഇനി മുകളിൽ നിന്നും കൂടെ അടച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ തോട് നല്ല രീതിയിൽ ആവുമെന്ന് ആക്കാൻ പറ്റും. ഇനി പോയിട്ട് അടുത്ത വാർഡുകളിൽ ഇതുപോലെയുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതിപ്പോ നമ്മുടെ തെക്കേവിള വാർഡ് മാത്രമേ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തുള്ളൂ. തെക്കേവിള വാർഡിലാണ് വൃത്തിയാക്കുന്നത്. ഇനി അടുത്തത് വലിയ വീട് വാർഡാണ്, അവിടെയും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. തോടിന്റെ കോർപ്പറേഷനിൽ നിന്നും മാലിന്യങ്ങളാണ് ഒഴുകി വരുന്നത്. അപ്പൊ അതും കൂടെ വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ഈ തോട് പൂർണ്ണമായിട്ടും വൃത്തിയാവുള്ളൂ. ഒരു വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഇക്കുറി തോട് ശുചീകരണം. പ്രത്യേകിച്ച് ഇതിലേക്ക് വന്നുകൊണ്ടിരുന്ന സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഉൾപ്പെടെ നാട്ടുകാരുമായിട്ട് സംസാരിച്ച് അടപ്പിച്ച് അത് വളരെ ഭംഗിയാക്കാനായിട്ടുള്ള ഒരു ഇടപെടൽ. എന്തായിരുന്നു കാരണം? ഈ തോട് ശുചീകരിക്കാത്തതിന്റെ ഭാഗമായി വീടുകളിലെ മലിനജലം, സെപ്റ്റിക് ടാങ്കിന്റെ വേസ്റ്റ്, അതുപോലെ കിച്ചണിലുള്ള വേസ്റ്റ്, കുളിമുറിയിലെ വെള്ളം, ഇതെല്ലാം ഈ തോടിൽ കൂടിയാണ് വർഷങ്ങളായി ഒഴുകി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു അറുതി വരുത്തുക എന്നുള്ളത്
ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച് ജയിച്ച് വന്നതിന് ശേഷം അതിനൊരു തീരുമാനം ഉണ്ടാകണം. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഉൾപ്പെടെ ഈ സമ്മർ വെക്കേഷനിൽ ഈ തോട്ടിൽ കിടന്ന് കുളിച്ച് കളിച്ച് വളർന്ന ആളായതുകൊണ്ട് തന്നെയാണ് ഈ മലിനജലം ഒഴുക്കിവിടുന്നത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അത് പൂർണ്ണമായും നിർത്തിക്കണം എന്നുള്ളൊരു തീരുമാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അത് സർക്കാരിൻ്റെയും കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പോൾ അതിന് വലിയൊരു എതിർശബ്ദം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നു. പിന്നെ നമ്മുടെ നാട്ടുകാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാവരും വേണ്ടപ്പെട്ടവരും അറിയത്തക്കവരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെയാണ്. അപ്പോൾ ആദ്യം എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ അതിനെ എതിർത്ത്, കുറച്ച് പേര് ദേഷ്യപ്പെട്ടു. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി നമ്മളെടുത്തതാണ് ശരിക്കും നല്ല തീരുമാനമെന്ന്. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് 1 മാസത്തിന് മുൻപേ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ വീടുകളിലും അറിയിപ്പ് കൊടുത്തു. ഇത് നിങ്ങൾ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോക്ക് പിറ്റും മറ്റുമൊക്കെ കൊണ്ട് സോക്ക് പിറ്റ് താഴ്ത്തി അതിലോട്ട് നിങ്ങൾ ഈ വേസ്റ്റ് വാട്ടർ അങ്ങോട്ട് കടത്തി വിടണം, തോട്ടിൽ ഒഴുക്കി വിടാൻ പറ്റില്ല എന്നുള്ള നിലയിൽ ആദ്യം എല്ലാ വീടുകളിലും കയറി പറയുകയും, നമ്മുടെ നാട്ടുകാർ മര്യാദ ഉള്ളവരാണ്, അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മനസ്സിലായി. ആദ്യഘട്ടത്തിൽ കുറച്ച് എതിർശബ്ദം ഉയർന്നെങ്കിലും ഇവിടുത്തെ മുഴുവൻ വേസ്റ്റ് ലൈനുകളും ഈ സമയപരിധിക്കുള്ളിൽ അടയ്ക്കുവാൻ സാധിച്ചു. നിങ്ങൾക്ക് നമ്മുടെ ഈ വാർഡിനകത്ത് 2 തോടുകളാണുള്ളത്. ഇത് കാട്ടുതോട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. തൊട്ടപ്പുറത്ത് കൂടി ഒഴുകുന്ന തോട് കുളിർനീറ്റിക്കരി തോടും എന്നറിയപ്പെടുന്നു. ഈ 2 തോടിൻ്റെ ഇരുവശങ്ങളിലും നിരവധിയായിട്ടുള്ള വേസ്റ്റ് ലൈനുകൾ കണക്ട് ചെയ്തിരുന്നു. പൂർണ്ണമായും ഒരു പൈപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ സമ്പൂർണമായും അതെല്ലാം അടയ്ക്കുവാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ അതിന് ഞാനെടുത്ത ആ നിലപാടിനോടൊപ്പം ഈ തൊഴിലുറപ്പ് മേഖലയിൽ പണിയുന്ന നാട്ടുകാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അമ്മമാരെല്ലാം ഒന്നടങ്കം നിന്നു. അതിന് ഇത് അടയ്ക്കാത്ത രീതിയിൽ അവരാരും തോട്ടിലിറങ്ങിയത് വൃത്തിയാക്കൂല എന്ന് ഞാനെടുത്ത നിലപാടിനോടൊപ്പം അവരുകൂടി സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് മംഗളമായ രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചത്. ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, തൊട്ടടുത്ത ദിവസങ്ങളിൽ കാലവർഷം വരും. കാലവർഷം വരുമ്പോൾ കാലങ്ങളായി ഈ തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയും തോടിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും താമസിക്കുന്ന ആളുകൾ അപ്പോൾ തുറക്കപ്പെടുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അഭയം തേടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളൊരു കരുതലായി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങോട്ട് നിങ്ങൾ ആ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ തോടിൻ്റെ അവസ്ഥ എന്താണെന്നും. നമ്മളിത് വൃത്തിയാക്കി വരുന്ന ഭാഗം നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇത് നാടിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ നമുക്കറിയാം, നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത അതിമാരകമായ അസുഖങ്ങളാണ് ഓരോ ദിവസവും, അങ്ങനത്തെ വൈറസുകളാണ് ഓരോ ദിവസവും പ്രകൃതി സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിന് ആ വൈറസിന് പിന്നെ പുതിയ മെഡിസിൻ കണ്ടുപിടിക്കണം. അതിന് മാസങ്ങളോളം എടുക്കും. അപ്പോൾ അതിനൊക്കെ മുന്നേ നമ്മൾ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ഇത്തരം സംരക്ഷണങ്ങൾ നമ്മൾ സ്വയം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം നേടുവാൻ പറ്റും. അത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആകമാനം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ 20 വാർഡുകളുണ്ട്. എൻ്റെ അറിവിൽ എല്ലാ വാർഡുകളിലും തോടില്ല, എന്നാൽ ഒട്ടുമിക്ക വാർഡുകളിലും തോടുകളുണ്ട്. പക്ഷേ തൊട്ടടുത്ത വലിയ വീട് വാർഡിൽ, അവിടെയും ഇതുപോലൊരു ഗ്രാമപ്രദേശമാണ്, നിരവധി വീടുകളുണ്ട്. അവിടെയും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, നിരവധി വീടുകളിലെ മലിനജലം തോട്ടിൽ കൂടിയാണ് അവർ ഒഴുക്കി വിടുന്നത്. അവിടെയും എനിക്ക് ഉൾപ്പെടെയുള്ളൊരു വിഷമമെന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെ അവിടെ വർഷങ്ങളായി പരമ്പരാഗതപരമായിട്ട് ഈ തുണി അലക്കി ജീവിക്കുന്ന ഉപജീവനം മാർക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. ഈ തോട്ടിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിലാണ് തുണി അവർ അലക്കുന്നത്. അതിന് അയൺ ചെയ്ത് ഞാൻ ഉൾപ്പെടെ അവിടെ കൊടുത്ത് വാഷ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ തേച്ചുമിനിക്ക് ഇട്ടുകൊണ്ട് പോകുന്നത്. അവരുടെ ജീവിതത്തിന് തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത്. അവരാരും ഇതിനൊരു പ്രതിരോധം തീർക്കുവാൻ തയ്യാറാകുന്നില്ല. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്തായിരുന്നാലും എൻ്റെ ഉത്തരവാദിത്തം കൃത്യതയോടുകൂടി ഞാൻ നിർവഹിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിവിടുത്തെ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചതാണ്. ഒരു 10-25 ആളുകൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു വിഷമം സംഭവിച്ചെങ്കിലും ഭാവിയിൽ ഞാൻ ചെയ്ത നല്ല കാര്യമാണ് എന്നവർക്ക് ബോധ്യമാവും. 10,600ഓളം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതിലൊരു 25 ആളുകൾക്ക് വിഷമം വന്നാലും ബാക്കിയുള്ള ആളുകളും ഈ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവരെല്ലാം പറയുന്നത് ഒരു വലിയ നല്ലൊരു കാര്യമാണ് നമ്മൾ സമൂഹത്തിനോട് ചെയ്ത് എന്നുള്ളതാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇതാണ് ഈ തെക്കേവിള വാർഡിലെ കാട്ടുകുളത്തിന്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ. ഒരു കാര്യം ഈ നാട്ടുകാരോട് പറയാനുള്ളത്, ഈ കാണുന്നവർ മനുഷ്യരാണ്. അവർ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പരിസരമൊക്കെ ശുചീകരിക്കാൻ നമുക്ക് പറ്റുന്നത്.
ജലജന്യ രോഗങ്ങൾ, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങി പല തരത്തിലുള്ള രോഗങ്ങൾ എന്തുകൊണ്ട് പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളിൽ ഇതുപോലുള്ള കിച്ചൺ വേസ്റ്റ് ആയിക്കോട്ടെ, കക്കൂസ് മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് അതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് മനുഷ്യർക്ക് ഇന്ന് വലിയ അപകടകരമായി മാറിയിട്ടുള്ളത്. അതിനെതിരെ ഈ മനുഷ്യരിറങ്ങി വൃത്തിയാക്കുന്ന ഈ ഇടത്ത് അവരോടുകൂടി സഹകരിക്കാൻ നാട്ടുകാർക്ക് കൂടി ഉത്തരവാദിത്വമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ മഴക്കാലം എത്തുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് തെക്കേവിള വാർഡില് ഈ തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഗംഭീരമായി നടത്തുന്നുണ്ടെന്നാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച.